നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകൾക്ക് നേരെ ഇന്നലെ വലിയൊരു കേരളം മുഴുവൻ വിറച്ചു നിന്നുപോയ, ഇന്ത്യ മുഴുവൻ വിറച്ചു നിന്നുപോയ ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ, നിങ്ങൾ ബത്തേരിക്കാരൊക്കെ 1000 തവണ നിങ്ങൾ സ്തുതി പറയണം, നിങ്ങൾ നന്ദിയുള്ളവരാകണം. ആ മനുഷ്യന് ഒരിക്കലെങ്കിലും വോട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഈ വയനാട്ടുകാർ എന്നതുകൊണ്ട് അഭിമാനിച്ച ഒരു നിമിഷമാണ് ഇന്നലെ. ഒരു നിമിഷമാണ്. എന്ത് മനോഹരമായിട്ടാണ് അയാൾ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നടന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരുപക്ഷേ മൈക്രോസോഫ്റ്റിന്റെ CEO, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മികച്ച ഒരു IT കമ്പനിയുടെ CEO, അയാൾക്ക് പോലും അത്രമേൽ മനോഹരമായി ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്താനാവില്ല. എക്സലന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ അവസാനം ചോദിക്കുന്ന ഒരു, എന്നിട്ട് ഇതൊക്കെയും പറഞ്ഞ് ഓർക്കണം നിങ്ങൾ, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ കള്ളത്തരമുണ്ട്. അതും പറഞ്ഞ് അയാൾ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ദിവസവും ഈ വിഷയത്തിന്റെ പിറകിൽ ആ മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും പോയി, പക്ഷെ അയാൾ പോയില്ല. ആ മനുഷ്യൻ അതിന്റെ വസ്തുതകളെ ചികഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞത് എന്താണോ എന്ന് ഇന്നലെ അക്കമിട്ട് ലോകത്തിന്റെ മുമ്പിൽ അയാൾ പറഞ്ഞു വെച്ചു. നിങ്ങൾ ഓർത്തു നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്നേഹമുള്ളവരെ, അത് പറയുമ്പോ അയാൾ പതറുകയല്ല, കൂടുതൽ കരുത്തോടെ. എന്നിട്ട് വൈകുന്നേരം മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ ഇന്നലെ അവരെ അടക്കം വിളിച്ചു വരുത്തി ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്ക് രണ്ടാമതും വിശദീകരിച്ചു കൊടുത്തു. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? എല്ലാവരോടും രാഹുൽ പറയുന്നുണ്ട്, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അങ്ങനെ പറയാൻ ആർക്കാൻ്റെ സഖാവെ കഴിയുക? കേരളത്തിൽ നിങ്ങളുടെ ഒരു ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവിടെ ഉള്ളത്